ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. സംഗീത മഴ പെയ്യിച്ചു ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം. പരിപാടി സംഘടിപ്പിച്ചത് വിൻ വിൻ കോർപ്പറേഷനും കണ്ണൂർ മിററും ലയൺസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സും ചേർന്നു. നാടൻ പച്ചക്കറിയുടെ മറവിൽ ചാരായ വിൽപ്പന, ഒരാൾ അറസ്റ്റ്. പാട്ടിലൂടെ മറുപടി നൽകി മാളിയേക്കൽ കുടുംബം. സൈബർ ആക്രമണം ഇനിയും പാട്ടുപാടി നേരിടുമെന്നും കുടുംബം. കണ്ണൂരിന്റെ ദൈവം ഇനി ലണ്ടനിലും നിറഞ്ഞാടും. അപൂർവ സൗഭാഗ്യം സിദ്ധിച്ചത് മുണ്ടയാട് സ്വദേശികൾക്ക്. തെരഞ്ഞെടുപ്പ് പരാജയം, സൈബർ ഇടത്തിന് പഴിചാരി വി ജയരാജൻ. പോരാളി ഷാജിക്കെതിരെയും വിമർശനം. പ്രതികരിച്ച് സൈബർ സഖാക്കളും. അതേസമയം വാർത്ത വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് ജയരാജൻ. യഥാർത്ഥ അഡ്മിൻ പുറത്തു വരണമെന്നും ജയരാജൻ. ആശങ്കകൾ ഇനിയും അകന്നില്ല. തീരദേശ ഹൈവേ കടലാസിൽ ഒതുങ്ങുമോ? പബ്ലിക് ഹിയറിംഗിലും കൂട്ടപ്രതിഷേധം. രാഹുൽ ഗാന്ധിക്ക് സ്വീകരണമൊരുക്കി മട്ടന്നൂർ ജനത. പ്രസംഗത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത് രാഹുൽ ഗാന്ധി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയാക്രമം. പാറാടിയിൽ 2 പേർക്ക് വെട്ടേറ്റു. 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ വലയിലാക്കി പോലീസ്. കേരളം കണ്ണീരണിഞ്ഞു. കുവൈത്തിൽ മരിച്ച മലയാളി പ്രവാസികളെ ഏറ്റുവാങ്ങി കേരളക്കര. നോക്കാം വിശദമായ വാർത്തകൾ. വിൻ വിൻ കോർപ്പറേഷനും കണ്ണൂർ മിററും ലയൺസ് ക്ലബ് ഓഫ് മാവറിക്സും ചേർന്ന് സംഘടിപ്പിച്ച ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവത്തിന് ഉജ്ജ്വല സമാപനം. സംഗീതോത്സവം ചേംബർ ഹാളിൽ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഉപാസിച്ച സംഗീതം കൊണ്ട് ജനതയെ ഉദ്ദീപിപ്പിച്ച ചില പേരുകൾ നമ്മളൊന്ന് നോക്കുക. ലോകത്തിന്റെ പ്രിയപ്പെട്ട ഗായികയായിരുന്നു, ഗസൽ ഗായികയായിരുന്നു ഇക്ബാൽ ബാൻ. ജനിച്ചത് ലക്നൌവിലാണ്, വളർന്നത് ഡൽഹിയിലാണ്, ജീവിച്ചത് ലാഹോറിലും കറാച്ചിയിലുമായിട്ടാണ്. ഒരിക്കൽ പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരികൾ സംഗീതത്തെ നിരോധിക്കുന്ന നിലയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ, സാരി ധരിക്കാൻ പാടില്ല, അത് അനിസ്ലാമികമാണ് എന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ, പട്ടാള ഭരണാധികാരികളാണ് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിന്റെ മുന്നിൽ അശേഷം ചഞ്ചലപ്പെടാതെ 10,000-കണക്കിന് വരുന്ന മനുഷ്യരെ പട്ടാള ഭരണാധികാരികൾക്കെതിരായി മുദ്രാവാക്യം വിളിക്കാൻ പ്രചോദിപ്പിച്ച ഫയസ് അഹമ്മദ് ഫൈസ് എന്ന ലോകപ്രശസ്തനായ ഗസൽ ഗായകൻ, ആ സംഗീതജ്ഞൻ, ആ എഴുത്തുകാരൻ, കവി ഫയസ് അഹമ്മദ് ഫൈസ്, ആ ഫയസ് അഹമ്മദ് ഫൈസിന്റെ ഗസൽ പാടിക്കൊണ്ട് 10,000-കണക്കിന് വരുന്ന ലാഹോറിലെ മനുഷ്യരുടെ നടുവിലേക്ക്, വേദിയിലേക്ക് കറുത്ത സാരിയിൽ നിന്ന് നടന്നു കയറി വന്ന ഇക്ബാൽ ബാൻ വന്ന ലോകത്തിന്റെ പ്രിയപ്പെട്ട ഗായിക നമ്മളോട് പറയാണ്, സംഗീതം എന്നാൽ മനുഷ്യ സ്നേഹമാണ്. സംഗീതം കാലദേശാധിവർത്തിയാണെന്ന് വി ശിവദാസൻ എം പി പറഞ്ഞു. ചടങ്ങിൽ ലയൺസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ആദ്യകാല സംഗീതജ്ഞരെ ആദരിച്ചു. കഥാകൃത്ത് കെ ടി ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു. കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ, കെ സി ശശീന്ദ്രൻ ചാല, റഷീദ് കവായി, കെ രഞ്ജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു. കണ്ണൂർ മിറർ മാനേജിംഗ് എഡിറ്റർ ടി മിലേഷ് കുമാർ, സുമ സുരേഷ് വർമ്മ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നാടൻ പച്ചക്കറി വിൽപ്പനയുടെ മറവിൽ ചാരായ വിൽപ്പന, ഒരാൾ അറസ്റ്റിൽ. നാടൻ പച്ചക്കറി വിൽപ്പനയുടെ മറവിൽ ചാരായ വിൽപ്പന നടത്തിയ കുയിലൂർ സ്വദേശി ആർ വേണുഗോപാലിനെയാണ് മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ജയചന്ദ്രനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശം നിന്നും 2 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. പച്ചക്കറിയുടെ വിൽപ്പനയുടെ മറവിൽ കാട്ടുപന്നി ഇറച്ചി വിൽപ്പനയും ഇയാൾ നടത്തിയിരുന്നതായി നാട്ടുകാരുടെ പരാതിയിൽ ഉണ്ട്. കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ പി വി സുലൈമാൻ, വി എൻ സതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ കെ കെ രാഗിൽ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സൈബർ ഇടത്തിൽ വലിയ ആക്ഷേപങ്ങളും അക്രമങ്ങളും ഏറ്റുവാങ്ങിയതിന് പാട്ടിലൂടെ വീണ്ടും മറുപടി നൽകി തലശ്ശേരി മാളിയേക്കൽ തറവാട്ടുകാർ. ഇബിലീസിന്റെ പണിശാലകളിൽ മാനവസ്നേഹം തകർക്കാനുള്ള ആയുധങ്ങൾ പണിതെടുക്കാനുള്ള ശ്രമത്തിലാണ് ചെകുത്താന്മാർ എന്നും തങ്ങൾ ഇനിയും പാടുമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ശൈലജ ടീച്ചറുടെ പ്രചാരണ പരിപാടിക്കിടെയാണ് മാളിയേക്കൽ തറവാട്ടുകാർ സൈബർ ആക്രമണത്തിന് ഇരയായത്. മാളിയേക്കൽ
മാളിയേക്കൽ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് കഴിഞ്ഞ ദിവസം മറുപടി പാട്ട് പാടിയത്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് മാളിയേക്കൽ കുടുംബങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം ശക്തമായത്. ഇതേ തുടർന്നായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം ആബാലവൃദ്ധം പാട്ടിലൂടെ മറുപടി നൽകി വീണ്ടും രംഗത്ത് വന്നത്. നമ്മൾ 10 കൊല്ലമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പലമാതിരി പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട്. ഇനി ഏത് ഇബ്ലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോകുന്നില്ല. ഇബ്ലീസിന്റെ പണിശാലകളിൽ മാളിയേക്കലിലെ പെണ്ണുങ്ങൾ പാട്ടുപാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ആരെന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരുടെ സ്നേഹത്തെപ്പറ്റി പാടുമെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതറ്റ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് രാഷ്ട്രീയ പാട്ടാണെങ്കിലും അല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത്. ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്നെ ഇവര് വരുന്നത്. വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ടീച്ചറുടെ പ്രചരണ പരിപാടിക്കിടെ ടീച്ചറെയും ഇടതു നേതാക്കളെയും സ്വീകരിച്ചുകൊണ്ട് അന്ന് പാട്ട് പാടിയ തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാട്ടുകാരായ മാളിയേക്കൽ കുടുംബാംഗങ്ങൾക്ക് സൈബർ ആക്രമണത്തിന് വിധേയമാകേണ്ടി വന്നിരുന്നു. കല്ലേറും ചീത്തകളും നമുക്ക് പറ്റുന്നത്. നമ്മൾ പോകുന്നിട്ട് കല്ലേറുണ്ടായിട്ടുണ്ട്, നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. അതൊന്നും കൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞില്ല, ഇനിയും പിന്തിരിയില്ല. ഏത് ഇബ്ലീസ് വന്നാലും കണ്ണൂരിൽ നിന്നും മുത്തപ്പൻ ലണ്ടനിലേക്ക്. ഇത് ജീവിത സൗഭാഗ്യമെന്ന് മുണ്ടിയാട് സ്വദേശിയും മുത്തപ്പൻ കോലധാരിയുമായ ജയാനന്ദൻ പെരുവണ്ണാൻ. അണിയലങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ ഇവർ യാത്ര തിരിക്കും. സംഘത്തിൽ സജിൻ മടയൻ, വിനോദ് പണിക്കർ, സനോജ് കണ്ണാടിപ്പറമ്പ്, അക്ഷയ് എന്നിവരുമുണ്ട്. ലണ്ടനിലെ ഒരു പറ്റം നല്ല വിശ്വാസികൾ, അവർക്ക് മുത്തപ്പനോട് അഭേദ്യമായ ഭക്തിയും ആ ഭക്തി കൊണ്ട് അവരവിടുന്ന് മുത്തപ്പനെ കാണണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അവരിലൊരാൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചേട്ടാ ഇങ്ങനെ വെള്ളാച്ചേരി മടപ്പുരന്നായിരുന്നു ലണ്ടനിൽ മുത്തപ്പൻ ചെയ്യണം, അതിനെ ഒന്ന് വന്ന് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു പോകുമ്പോൾ ഇത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് ഈ ദേവചൈതന്യത്തെ അവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ പാസ്പോർട്ടുകളൊക്കെ അയച്ചു തരണം, വന്ന് ചെയ്യണം, അത് ഏകദേശം ഈ സമയത്തിനുള്ളിലായിരിക്കും. ജൂൺ മാസം 15 മുതൽ അങ്ങോട്ടേക്ക് 24-ാം തീയതി വരെ ലണ്ടനിൽ ഓരോ 4 സ്ഥലങ്ങളിലായിട്ട് ചെയ്തു തരണം ചേട്ടാന്ന് പറഞ്ഞ് തന്നെ വിളിച്ചത്. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആദ്യമായിട്ടാണ് പോകുന്നത് ലണ്ടനിൽ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിശ്വാസപ്രകാരം അവിടെ പോയിട്ട് തെയ്യം കഴിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. അതേ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ട് വിശ്വാസ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും ഭംഗിയായിട്ട് ചെയ്യാം. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് പോയിട്ട് അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നിലും എൻ്റെ സംഘത്തിലും ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നത്. ആ കർത്തവ്യം ഭംഗിയായി ചെയ്യാനുള്ള കരുത്ത് തരണേ എന്ന് മുത്തപ്പനോടും അതുപോലെ ഉപാസനാമൂർത്തികളായ അടയാർ ഭഗവതിയോടൊക്കെ പ്രാർത്ഥിക്കാം. ലണ്ടനിലെ എൻ്റെ അറിവ് പ്രകാരം ആദ്യമായിട്ടാണ് മുത്തപ്പൻ ലണ്ടനിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഈ സംഘം തന്നെ, ഞങ്ങൾ ഈ ഇപ്പോൾ കൂടെയുള്ള സംഘം തന്നെ ഞങ്ങൾ ഗൾഫ് നാടുകളിൽ, ബഹ്റൈനിൽ, ആദ്യമായിട്ട് ബഹ്റൈനിലാണ് പോയത്. പിന്നെ ഒരു 3 തവണ ദുബായിൽ പോയി. പിന്നെ അഗൈൻ വീണ്ടും പിന്നെ ഇവിടത്തേക്ക് ബഹ്റൈനിലേക്ക് പോയി. അങ്ങനെ 4-5 തവണ ഞങ്ങൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ യൂറോപ്പിലേക്ക് ആദ്യമായിട്ടാണ് തെയ്യം, അതും വിശ്വാസ അനുഷ്ഠാന പ്രകാരം തെയ്യം കെട്ടാൻ ഇങ്ങനൊരു ക്ഷണം കിട്ടിയത് ആദ്യമായിട്ടാണ്. ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്.
എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ഇടത് പരാജയത്തിന് കാരണമായ തിരിച്ചടിക്ക് കാരണം സോഷ്യൽ മീഡിയ ആണെന്ന ആരോപണമുയർത്തി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോരാളി ഷാജി, ചെങ്കോട്ട എന്നൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഇടതുപക്ഷമെന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും അതിൻ്റെ അഡ്മിനെയെല്ലാം വിലക്ക് വാങ്ങി ഇടത് വിരുദ്ധ പ്രചാരണം നടത്തുകയാണ് എന്നാണ് ജയരാജൻ്റെ ആരോപണം. അതേസമയം ജയരാജനുള്ള മറുപടി എന്നോണം സൈബർ സഖാക്കൾ പ്രതികരിച്ചു തുടങ്ങി. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇടതിനുണ്ടായത് സോഷ്യൽ മീഡിയ തിരിച്ചടിയാണ്. ഇടതുപക്ഷമെന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ പല സംഘങ്ങളും വിലയ്ക്ക് വാങ്ങുകയാണ്. പോരാളി ഷാജി, ചെങ്കോട്ട എന്നൊക്കെ ഗ്രൂപ്പുകൾ ഇടതുപക്ഷമെന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും അതിൻ്റെ അഡ്മിനെയെല്ലാം വിലയ്ക്ക് വാങ്ങി ഇടതുവിരുദ്ധ പ്രചരണം നടത്തുകയാണെന്നും MV ജയരാജൻ പറഞ്ഞു. ഇത് പുതിയ കാലത്ത് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. സോഷ്യൽ മീഡിയ മുഴുകുന്ന ശീലം ചെറുപ്പക്കാരിൽ വ്യാപകമായി കഴിഞ്ഞു. അത് ദോഷകരമായി തെരഞ്ഞെടുപ്പിൽ ഇടതിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. അതേസമയം ഇടത് അനുകൂലിയാണെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തു വരണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് ആർക്കും അറിയില്ല. പോരാളി ഷാജി എന്ന പേരിൽ തന്നെ നിരവധി പേജുകളുണ്ട്. യഥാർത്ഥ അഡ്മിൻ വ്യാജന്മാരെ തുറന്നു കാട്ടാൻ തയ്യാറാകണമെന്നും MV ജയരാജൻ പറഞ്ഞു. വ്യാജ പ്രൊഫൈലുകൾ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുകയാണ് പലരും. സോഷ്യൽ മീഡിയയിലെ വ്യാജ ഐഡികളെക്കുറിച്ചാണ് താൻ പാനൂരിൽ പറഞ്ഞതെന്നും ജയരാജൻ പറഞ്ഞു. മാധ്യമങ്ങൾ അവയെല്ലാം വളച്ചൊടിച്ചുവെന്നും MV ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം, 10 ആണോ 100 ആണോ, എത്ര എണ്ണം? ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം.
ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി? ഇത് സമൂഹത്തിന് അറിയണ്ടേ? ഇപ്പോൾ എം വി ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജ് അറിയും, എം വി ജയരാജൻ്റെതാണെന്ന് അറിയും. അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട്, ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല. അപ്പോൾ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത്. അപ്പോൾ അത് ആരാണ്? ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യങ്ങൾ, ഒറിജിനൽ വരുന്നതേ ഇല്ല. ഈ പോരാളി ഷാജി ഒറിജിനൽ ആരാണെന്ന് അറിയില്ല, ഒരു പോരാളി ഷാജിയെ കുറിച്ച് അറിയില്ല. എന്തായാലും നമ്മളെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല. അറിയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും. ഏതോ ഒരു സിനിമയിലൊരു രംഗം ഉണ്ടായി. അംഗങ്ങൾ അവരുടെ ഘടകങ്ങളിലാണ് വിമർശിക്കേണ്ടത്. പോരാളി ഷാജി ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവർ തുറന്നു പറയണം. ഇത് കണ്ടെത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേരത്തെ എം എ റഹീമിനെ എരണം കെട്ടവനെന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ടതിന് പോലീസിൽ പരാതി നൽകിയിരുന്നു. വടകരയിൽ ശൈലജ ടീച്ചറെ അധിക്ഷേപിച്ചത് കോൺഗ്രസുകാരാണ്. ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരാണോ പോരാളി ഷാജിക്ക് പിന്നിലെന്ന് അറിയണമെന്നും എം വി ജയരാജൻ പറഞ്ഞു. താൻ പാനൂരിൽ നടത്തിയത് ഇത്തരം ഇടതുപക്ഷത്തിന്റെ പേരിലുള്ള വ്യാജ ഗ്രൂപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന പ്രസംഗമാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു. ഇതിന്റെ മുകളിൽ അന്തിച്ചർച്ച നടത്തിയവർ തന്നെ ഫോണിൽ വിളിച്ച് വാസ്തവം എന്താണെന്ന് ചോദിക്കാൻ തയ്യാറായില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു. തീരദേശ ഹൈവേ സാമൂഹിക ആഘാത പഠനം. എടക്കാട് മുതൽ പയ്യാമ്പലം ബീച്ച് വരെയുള്ള തീരദേശ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് മരക്കാർകണ്ടി ചന്ദ്രശേഖരൻ നായർ ഓഡിറ്റോറിയത്തിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എടക്കാട് കിഴുന്ന കുറുവ ആദിക്കടലായി പയ്യാമ്പലം നിവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും പരാതി സ്വീകരിക്കുന്നതിനുമായാണ് അദാലത്ത് നടത്തിയത്. കുറുവ കുന്നിനെ ഇടിച്ചുകൊണ്ട് തോട്ടട ബീച്ചിനെ രക്ഷിച്ചും കൊണ്ടും ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ അലൈൻമെന്റിനെ അംഗീകരിച്ച് നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കണമെന്നതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി സുരേന്ദ്രൻ സംസാരിച്ചു. 27 മീറ്റർ ഉയരമുള്ള കുറുവ കുന്നിടിച്ചു നിരത്തി തോട്ടട ബീച്ചിൽ പാലവും ബണ്ടും പണിത് നിർമ്മിക്കുന്ന റോഡ് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുകയും ടൂറിസത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? ഈ സാമൂഹ്യ ആഘാത പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്നു. പരിസ്ഥിതിക്ക് ആഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സമൂഹം ഉണ്ടാവുകയില്ല. ഇക്കാര്യം പ്രത്യേകം നമ്മളെല്ലാവരും ഓർക്കണമല്ലോ. ഒരു പരിസരം, ഒരു നാട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സമൂഹം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുകയില്ലെങ്കിൽ പിന്നെ ഈ സാമൂഹ്യ ആഘാത പഠനത്തിന്റെ എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ റോഡ് കുറുവയിൽ നിന്ന് 27 മീറ്റർ ഉയരമുള്ള കുറുവ കുന്നിന് മുകളിലൂടെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ റോഡിന് 14 മീറ്ററിൽ 2.5 മീറ്റർ വീതിയുള്ള ഒരു സൈക്കിൾ ട്രാക്ക് കൂടി ഉണ്ട്. 27 മീറ്റർ ഉയരമുള്ള കുന്നിന്റെ മുകളിലൂടെയാണ് സൈക്കിൾ ട്രാക്കിന് കൂടി സ്ഥലം എടുത്തിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു യുവ എഞ്ചിനീയർ സൈക്കിളുമായിട്ട് ഈ കുന്നിന്റെ മുകളിൽ വരികയും അവിടെ ആ കുന്നിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ വെച്ച് ഹൃദയസ്തംഭനം ഒന്ന് മരിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പല മീറ്റുകളിലും പല അധികാരികളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 27 മീറ്റർ ഉയരമുള്ള കുന്ന് ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ അവിടെ പിന്നെ മനുഷ്യന് താമസിക്കാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല. കുറുവ കടലായി തീരദേശ റോഡ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മനോഹരന്റെ നേതൃത്വത്തിലായിരുന്നു നാട്ടുകാർ ഹിയറിംഗിൽ പങ്കെടുത്തത്. എന്നാൽ KRFB ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ കോപ
വ്യാകുലരായ ജനങ്ങൾ ഒന്നടങ്കം ഇളകി മുദ്രാവാക്യങ്ങൾ മുഴക്കി യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് മേയർ ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുകയായിരുന്നു. KRFBയും ബന്ധപ്പെട്ടവരും ചേർന്ന് MP, MLA തുടങ്ങിയ ജനപ്രതിനിധികളെയും തദ്ദേശ ഭരണകൂടത്തെയും ഉൾപ്പെടുത്തി ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ പുതിയ അലൈൻമെന്റിനെ കുറിച്ച് ചർച്ച നടത്തണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ മെമ്മറാണ്ടം ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു യോഗം ബഹിഷ്കരിച്ചത്. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജഗിരി കോളേജ് ഓഫ് സയൻസ് ആണ് പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. കോർപ്പറേഷൻ മേയറും KRFB ഉദ്യോഗസ്ഥരും കൗൺസിലർമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഞങ്ങൾ ഇന്ന് ഇവിടെ സാമൂഹ്യ ആഘാത പഠനം നടത്തുന്ന ടീമിൻ്റെ ഹിയറിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾ അവിടെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇതിൽ പ്രദേശത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരിസരത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നായ കുറുവക്കുന്ന് ഇടിച്ചു നിരത്തിക്കൊണ്ട് ലോകപ്രശസ്തമായിട്ടുള്ള തോട്ടട ബീച്ചിനോട് ചേർന്ന് പാലവും ബണ്ടും പണിതിട്ടാണ് ഈ റോഡ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കുകയില്ലെന്ന് ഞങ്ങൾ ഇവിടെ ഉറച്ചു പറയുകയും ഇതിന് ഈ കുറുവക്കുന്നിനെയും തോട്ടട ബീച്ചിനെയും രക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് റൂട്ട് പരിഗണിച്ച് അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് യാത്രാമധ്യേ മട്ടന്നൂരിൽ വൻ സ്വീകരണം നൽകി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും മട്ടന്നൂർ ടൗണിലെത്തി. ജില്ലാ അതിർത്തിയായ നെടുമ്പൊയിൽ മുതൽ വിവിധ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ച് തടിച്ചുകൂടിയിരുന്നു. പ്രവർത്തകരുടെ ആവേശത്തിമിർപ്പിൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം മട്ടന്നൂർ ടൗണിൽ അരമണിക്കൂറോളം പ്രവർത്തകരോട് പ്രസംഗിക്കുകയും ചെയ്തു. ജനാധിപത്യ സംരക്ഷണത്തിന് താൻ എന്നും മുന്നിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ രാഹുൽ രൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്തു. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ എന്നെ സ്വീകരിക്കാൻ കടന്നുവന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ വാചകം ശ്രദ്ധേയമായി. KPCC പ്രസിഡന്റ് K. സുധാകരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അദ്ദേഹം നന്ദി പറഞ്ഞു. വൈകുന്നേരം 4 മണി മുതൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങളെയും മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പാർട്ടി പ്രവർത്തകരും വാദ്യഘോഷങ്ങളുമായി കാത്തുനിന്ന് മട്ടന്നൂർ ടൗണിൽ ഒരു ഉത്സവ പ്രതീതി ഉയർത്തുന്നതായിരുന്നു. കോൺഗ്രസിന്റെയും UDFന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കളും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ തലശ്ശേരി പാറാലിൽ CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറാലിലെ തോട്ടോളിൽ സുജനേഷ്, ചിരടങ്കണ്ടി ഹൗസിൽ സുബിൻ എന്നിവരെ തലശ്ശേരി കൊടുവള്ളി സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതേസമയം കോടിയേരി പാറാലിൽ വെച്ച് 2 പേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാനായത്. മീത്തൽ ഐനിയത്ത്, CK സനീഷ്, S ശരത്ത്, ധനരാജ്, MP വിഗീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 9:30യോടെയായിരുന്നു ആക്രമണം നടന്നത്. മെഡിക്കൽ സ്റ്റോറിനടുത്ത് വെച്ച് സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുമ്പോൾ 10ഓളം ആൾക്കാർ ചേർന്ന് രാഷ്ട്രീയ വിരോധത്താൽ മാരകായുധം ഉപയോഗിച്ച് തലക്കടിക്കുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് അജിത് കുമാർ IPS, തലശ്ശേരി ASP ഷഹൻഷാ IPS തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും പോലീസ് സംഘവും 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയത്. കുവൈത്ത് അപകടം, മരിച്ചവർക്ക് കേരളത്തിന്റെ കണ്ണീർ പ്രണാമം. കുവൈത്ത് ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. തുടർന്ന് മൃതദേഹം സ്വദേശത്തേക്ക് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും അന്തിമോപചാരം അർപ്പിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരുന്നു മൃതദേഹങ്ങൾ എത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയിൽ വീടുകളിൽ എത്തിച്ചു. ഇതിനായി നോർക്കയുടെ ആംബുലൻസുകൾ സജ്ജമാക്കിയിരുന്നു. 23 മലയാളികളുടേതുൾപ്പെടെ 31 പേരുടെ മൃതദേഹമാണ് കൊച്ചിയിലെത്തിയത്. 14 മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, 1 കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൈമാറിയത്. ഓരോ
ആംബുലൻസിനും പ്രത്യേകം അകമ്പടി വാഹനവും ഒരുക്കിയിരുന്നു. അരുൺ ബാബു തിരുവനന്തപുരം, നിതിൻ കുത്തൂർ കണ്ണൂർ, തോമസ് ഉമ്മൻ പത്തനംതിട്ട, മാത്യു തോമസ് ആലപ്പുഴ, ആകാശ് എസ് നായർ പത്തനംതിട്ട, രഞ്ജിത്ത് കാസർഗോഡ്, സജു വർഗീസ് പത്തനംതിട്ട, കേളു പൊന്മലേരി കാസർഗോഡ്, സ്റ്റെഫിൻ എബ്രഹാം സാബു കോട്ടയം, MP ബാഹുലയൻ മലപ്പുറം, കുപ്പന്റെ പുറയ്ക്കൽ നൂഹ് മലപ്പുറം, ലൂക്കോ സാബു കൊല്ലം, സാജൻ ജോർജ് കൊല്ലം, VP മുരളീധരൻ പത്തനംതിട്ട, വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ, ഷമീർ ഉമറുദ്ദീൻ കൊല്ലം, ശ്രീഹരി പ്രദീപ് കോട്ടയം, ബിനോയ് തോമസ്, ശ്രീജേഷ്, തങ്കപ്പൻ നായർ, സുമേഷ് പിള്ള, സുന്ദരൻ, അനീഷ് കുമാർ, സിബിൻ തേവരോത്ത്, എബ്രഹാം, ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.